ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും എന്തുണ്ട്? ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഒരു പെർഫെക്ഷൻ ഉണ്ട്. ആ പെർഫെക്ഷനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്വം? നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. പെർഫെക്ഷൻ ഓൾറെഡി ഉണ്ട്. വിതിൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. എല്ലാവരും നോളജബിൾ ആണ്. ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും ഒരുപോലെ നോളജബിൾ ആണെന്നുള്ള വിചാരമാണ്. ഒരു ട്രെയിനിങ്ങിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഞാനും നിങ്ങളും ഒരേപോലെ നോളജബിൾ ആണ്. എല്ലാ ഫീൽഡിലും എനിക്ക് നോളജബിൾ ആവാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് നോളജബിൾ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോഴ് ചില ഫീൽഡുകളിൽ നിങ്ങൾ കുറച്ചധികമായിട്ട് നോളജബിൾ ആയിരിക്കാം, ചില ഫീൽഡുകളിൽ ഞാൻ കുറച്ചധികമായിട്ട് നോളജബിൾ ആയിരിക്കാം. പക്ഷെ നമ്മൾ ആവറേജ് എടുത്തു കഴിയുമ്പോൾ ഒരേപോലെ നോളജബിൾ ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ കുറെ പ്രൊഫസേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്. അതിന്റെ കൂടെ സിവിൽ സർവൻസും ഉണ്ട്. അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില സൈക്കോളജിക്കൽ എക്സസൈസുകൾ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്. അവരെല്ലാരും പറഞ്ഞു, പുതിയ അറിവാണ് കേട്ടോ, ഇത് ഒരിക്കലും ഞങ്ങള് ചെയ്തിട്ടില്ല. പ്രോഗ്രസീവ് റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഈ സംഭവം ചെയ്തു കൊടുത്തു. അവരുടെ സ്ട്രെസ്സിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം എന്താണ്, ഡബിൾ PhD ഉള്ളവര്, സിവിൽ സർവീസിൽ വളരെ ഹൈ പ്രൊഫഷനിലുള്ള ആൾക്കാര്, ചിലർ റിട്ടയർഡ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ആ സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അതൊരു പുതിയ അറിവായി. ഇനി അവര് അവരുടെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് അറിയണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാനും അവരും എന്തായി മാറി? ഈക്വൽ ആയിട്ട് മാറി. ഒരു ട്രെയിനറുടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. കേട്ടില്ലേ? അങ്ങനെ സംഭവം കേട്ടില്ലേ? ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ നിന്നുള്ളതാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും മിടുക്കനാണ്, നീയും മിടുക്കനാണ്. സാധാരണ രീതിയിൽ ട്രെയിനിങ് എടുക്കുന്ന പല ട്രെയിനേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒത്തിരി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതിന്റെ പേരിൽ നിങ്ങളുടെ അത്രയൊന്നും അറിവ് എനിക്കില്ല. കേട്ടില്ലേ? എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളൊരു സംഭവമേ ട്രെയിനിങ്ങിൽ പറയാൻ പാടില്ല. യു ആർ റിയലി റിയലി കേപ്പബിൾ, യു ആർ റിയലി റിയലി നോളജബിൾ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ പോലെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് കുഴപ്പമില്ല. എനിക്കറിയില്ല നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റുമോന്ന്. നിങ്ങളൊക്കെ എത്രയോ പഠിപ്പുള്ളവരാണ്. തെറ്റി. പിന്നെ നീ എന്തിനാടാ ഇവിടെ പുല്ലേ വന്നതെന്ന് ആര് ചോദിക്കും? ഇവര് മനസ്സിൽ ചോദിക്കും. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഓൾറെഡി തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ ഒരിക്കലും ചെയ്തതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് സംഭവമാ, ഓക്കെ, നീയൊക്കെ വെറും അശ്വാ, ഞാൻ പറയുന്നത് കേട്ടോണം എന്നൊരു ട്രെയിനർ പറഞ്ഞാല് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ വരും. എന്താണ്? നീ പോടാ പുല്ലേ, നിന്നെ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാന്ന് ഉണ്ടാവും. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? വലിയ നോളേജ് ഉണ്ട്. എന്റെ ഉള്ളിലും എന്തുണ്ട്? വലിയ നോളേജ് ഉണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാൻ പോകുന്നു. ആർ യു റെഡി? ഇത് ടീച്ചേഴ്സിലുണ്ടെങ്കിൽ എത്ര സുഖമായിട്ട് പിള്ളേർ പഠിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ട്രെയിനർമാര് എടുക്കുന്ന ഈ ഒരു എഫേർട്ട്, ട്രെയിനർമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സിനുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ട് കാര്യം നടക്കും. കുട്ടികളൊക്കെ നോളജബിൾ ആണെന്നും അവരുടെ ഉള്ളിൽ വിവരമുണ്ടെന്നും എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ടീച്ചർമാർക്കുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ്. ഫെസിലിറ്റേറ്റ് ചെയ്യാന് എന്താണ് AK-47 എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത്രേ. ക്ലിയർ? ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേട്ടോ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓഫ് ഓൾറെഡി വിത്തിൻ യു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇത് നോക്കാവോ? ഐ ലൈക്ക് ടു ലേൺ ബട്ട് ഹേറ്റ് ടു ബി തോട്ട്. അതിന്റെ അർത്ഥം എന്താ? പഠിപ്പിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹം? ലേൺ ചെയ്യാൻ. എനിക്ക് ലേൺ ചെയ്യാൻ, ഈ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഒരാൾ വന്നിട്ട് എടാ ഇത് ചെയ്യടാ അത് ചെയ്യടാ എന്ന് പറഞ്ഞാല് അതിഷ്ടമില്ല. ട്രെയിനിങ്ങിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരെയും പഠിപ്പിക്കുകയല്ല, പിന്നെയോ അവരെ ലേൺ ചെയ്യാൻ നമ്മൾ സഹായിക്കുക ചെയ്യുന്നു. അപ്പൊ എന്റെ സംശയം ചോദിച്ചോട്ടെ, ഈ കോണ്ടന്റ് ഡെലിവറി എന്ന് പറഞ്ഞൊരു കാര്യം ട്രെയിനിങ്ങിനുണ്ട് അല്ലേ? കുറെ കാര്യങ്ങൾ നമ്മൾ
എന്താണ് കോണ്ടന്റ് ഡെലിവറി. ഈ കോണ്ടന്റ് ഡെലിവറി നടത്തേണ്ടത് ആക്ടിവിറ്റീസിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണോ വേണ്ടത്, അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണോ വേണ്ടത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ എടുക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ്ങും മറ്റ് ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചിങ്ങിൽ എന്താണ് ഒരു 1 man ഷോ അല്ലെ, നമ്മുടെ നോളജ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുന്നു. അത് അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ആൾക്കാർ റിസീവേഴ്സ് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ മനസ്സിലാക്കുന്നു, എഴുതിയെടുക്കുന്നു ആ കാര്യങ്ങൾ. എന്നാൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ട്രെയിനിങ്ങിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആൾക്കാര് ആൻസേഴ്സ്, പാർട്ടിസിപ്പൻസ് ആൻസേഴ്സ് പറയുന്നു. അങ്ങനെ പറയുന്ന ആൻസേഴ്സ് നമ്മളുടെ ചില ഐഡിയാസുമായിട്ട് ക്ലബ് ചെയ്തിട്ട് പുതിയൊരു ആശയമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അപ്പൊ നമ്മളും പഠിക്കുന്നു, പാർട്ടിസിപ്പൻസും പഠിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. അങ്ങനെയുള്ള പ്രോസസ് ഒക്കെയാണ് എവിടെ നടക്കുക? ട്രെയിനിങ്ങിൽ നടക്കുക. അതുകൊണ്ട് ആരെങ്കിലും നിന്ന് ലെക്ചർ അടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അത് എന്തല്ല? ട്രെയിനിങ് അല്ല. എയ്ഡ്സിനെ കുറിച്ച് ട്രെയിനിങ് എടുക്കാൻ ഒരാൾ വന്നു. അയാള് 1 മണിക്കൂർ സമയം എയ്ഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് എന്തല്ല? അത് ട്രെയിനിങ് അല്ല. അത് സെമിനാറിൽ ഒരു സെഷൻ എടുത്തതാ, അല്ലെങ്കിൽ ലെക്ചറിങ് ആയിരുന്നു. അതിലെ ട്രെയിനിങ് എന്നും പറഞ്ഞ് നമ്മളിവിടെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് ട്രെയിനിങ് ആവുമോ? ഇല്ല. ട്രെയിനിങ്ങിൽ എന്ത് സംഭവിക്കണം? പാർട്ടിസിപ്പൻസിന്റെ ഇൻവോൾവ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻസേഴ്സ് കിട്ടേണ്ടത് എവിടെ നിന്നായിരിക്കണം? പാർട്ടിസിപ്പൻസിൽ നിന്ന് ആയിരിക്കണം. ക്ലിയർ ആണ്? അപ്പം ഇതൊന്ന് വായിച്ചേ. ഐ ലൈക്ക് ടു ലേൺ ബട്ട് ഹേറ്റ് ടു ബി തോട്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ട്രെയിനിങ് എടുക്കേണ്ടത് എന്ന് ലെക്ചറായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് മാറും. എന്നാൽ